അവരുടെ കൂടെയാണ് നമ്മൾ പരലോകത്ത് വരുന്നത്. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ പരലോകത്ത് നമ്മളെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. സഹോദരിമാരെ, ഋതിക് റോഷനെയാണോ ഇഷ്ടം? ഋതിക് റോഷൻ, ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഇഷ്ട നായകന്മാരാണ്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. അവര് നാളെ പരലോകത്ത് എവിടെയാണോ എഴുന്നേൽക്കുന്നത് അവരുടെ കൂടെ കാണും. കോളനി മുക്കിലെ താത്ത, ഇവിടെ വെച്ച് നിനക്ക് മമ്മൂട്ടിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ദുഃഖിക്കണ്ട. പരലോകത്ത് അള്ളാഹു ഏത് പള്ളിയിലാണ് മമ്മൂട്ടി അടക്കിയിരിക്കുന്നത് അവിടെ നിന്ന് വിളിച്ചുണർത്തുമ്പോ തൊട്ടടുത്തുനിന്ന് നിനക്ക് എഴുന്നേക്കാം. അങ്ങനെ എഴുന്നേക്കാമെന്ന് നീ കരുതണ്ട. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ ഇന്നത്തെ ജുമാ നിസ്കാരം ഞാൻ മറക്കൂല. പറഞ്ഞു, എന്താ? നിങ്ങൾ അറിഞ്ഞോ? എന്താ? ഞാനിന്ന് ജുമാ നിസ്കരിച്ചത് പാളയം പള്ളിയിലാണ്. ഞാൻ പറഞ്ഞു, വലിയ കാര്യമായി പോയി, ഒന്നെങ്കിലും എടാ അതം കൊണ്ട് രക്ഷപ്പെടട്ടെ. ആ സഹോദരൻ പറഞ്ഞതാ, ഉസ്താദേ ഞാൻ പാളയം പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പോയതല്ല സംഭവം. ഞാൻ ഒളിവെടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്കകത്തോട്ട് കയറി കൈ അങ്ങോട്ട് കെട്ടിയപ്പോ ഉസ്താദ് ഫാത്തിഹ സൂറത്തൊക്കെ വെച്ചിട്ട് റുക്കൂലേക്ക് പോകാൻ നേരത്തെ ഒരു മണം, നല്ലൊരു മണം. ഞാൻ നോക്കുമ്പോ എന്റെ അടുത്ത് ഏതോ നല്ല ഗൾഫുകാരൻ വന്ന് നിന്നു. അയാളും കൂടെ റുക്കൂവിൽ വന്നു. എന്നിട്ട് ഞാനിങ്ങനെ സമിഅല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് എഴുതാല് വന്നു. അയാളും അതേപോലെ വന്നപ്പോ കൈയൊക്കെ നല്ല വെളുപ്പ്. ഏതോ കൂടിയ ടീമാണല്ലോ പടച്ചോനെ എന്റെ അടുത്ത് വന്ന് നിന്നത്. അയാളങ്ങോട്ട് സുജൂദിലേക്ക് പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ആള് പോട്ടെ, മുഖം കാണാലോ. അങ്ങനെ ഞാനിങ്ങനെ നിന്നപ്പോ ഇയാള് സുജൂദിലേക്ക് പോയപ്പോ സുബ്ഹാനല്ലാഹ്, ഇൻസ്പെക്ടർ സുജൂദിൽ മമ്മൂട്ടി. എനിക്ക് പിന്നെ എന്തു വേണം? അങ്ങ് തകർന്നു പോയി ഉസ്താദേ. തൊട്ടടുത്ത് മമ്മൂട്ടിയുടെ കാലും എന്റെ കാലും അടുത്തടുത്ത് ചേർന്നു. ഈ ജുമാ വല്ലാത്ത ജുമാ. ഞാൻ ആലോചിച്ച് പടച്ചവരെ ഇതൊരു തറാവീഹ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കണ്ടോണ്ട് നിൽക്കായിരുന്നു 20 റക്അത്ത്. ഞാൻ ഒന്നാമത്തെ സലാം വീട്ടിയപ്പോ പുള്ളിക്കാരനെ കാണാനില്ല. പുള്ളി വരും. ആലോചിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടോ? ദുനിയാവിൽ വെച്ച് കണ്ടില്ലെങ്കിൽ വിഷമിക്കണ്ട. സോദിഖുൽ മസ്തൂഖാന പ്രവാചകന്റെ പരിശുദ്ധ നാവുകൊണ്ട് പറയുന്നു, അൽ മർഉ മഅമൻ അഹബ്ബാ. ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെ കൂടെ നിനക്ക് പരലോകത്തിൽ നിന്നിട്ട് വരാം. ഒരു സംശയവുമില്ല, അവരുടെ കൂടെ തന്നെ വരാം. സഹോദരിമാരെ, അങ്ങനെ ആലോചിച്ച് നോക്ക്, ആരെ ഇഷ്ടപ്പെടണമെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കും. സഹോദരന്മാരെ, അറിയാമൃസന്റെ ഫോട്ടോ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ വീടിന്റെ ബെഡ്റൂമിന്റെ ഇവരിൽ ഒട്ടിച്ചു വെച്ചിട്ട് കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, എന്താറുകളുടെ പടം ഏതിറങ്ങിയാലും കാണാതെ മനസ്സനുവദിക്കൂല. കാണാതെ മനസ്സിൽ നിന്ന് പിടച്ചുകൊണ്ടിരിക്കുന്നു. സിനിമാ നടികളും നിന്റെ നാട്ടിലുള്ള തൊലികളുടെ പെണ്ണുങ്ങളും നിന്റെ ജീവിതത്തിന്റെ സഹകാരികളായി മാറുമ്പോ അവര് നാളെ പരലോകത്ത് ഏത് മർത്തബയിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നു അവിടെ നിനക്കും വരാം. യൗമ യഖൂമു റൂഹു വൽ മലായികതു ഖഫ്വാ ലാ യതകല്ലമൂൻ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്ന് ശബ്ദിക്കാറൊന്ന് ചലിക്കാൻ കഴിയാത്ത ആ പരലോകത്ത് നെടുവീർപ്പിട്ടു പോകും നിങ്ങളെ. അവിടെ നമുക്ക് സ്നേഹിക്കാനല്ലേ, അവിടെ നമുക്ക് ഓടിച്ചല്ല, അവിടെ നമുക്ക് കിടന്നതല്ല, അല്ലാഹു അനുഗ്രഹിച്ചു തന്നതല്ലേ. അമ്പിയാക്കളിൽ താജൊളിവായി അമ്പരങ്ങളിലും കടന്ന് അഹദവന്റെ മുത്തൊഴി അമ്പിയരാജ ശിരോമണി യാനോ എത്ര രസമാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങള്. ഇതേപോലത്തെ മതവീതം നമുക്ക് പോരെ, ഇതേപോലത്തെ സന്തോഷത്തിന്റെ പാട്ട് നമുക്ക് പോരെ. പാട്ട് പാടിക്കോ, ആ സ്വലാത്ത് ചൊല്ലിക്കോ, ബുർദ ചൊല്ലിക്കോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ എന്തുമാത്രം സ്വലാത്ത് ചൊല്ലാൻ പറ്റോ, എന്തുമാത്രം സ്നേഹിക്കാൻ പറ്റോ അത് മുഴുവനും പ്രകടിപ്പിച്ചോ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പരലോകത്തിൽ നിന്നുകൂടെ അന്തസ്സോടെ അഭിമാനത്തോടെ നിന്നുവരച്ച്